സർ, ഭക്തി ഹൃദയത്തിൻ്റെ ലയമാണ്, ജ്ഞാനം ബുദ്ധിയുടെ തലമാണ്. ബുദ്ധി മാത്രം വികസിച്ചത് കൊണ്ടോ ഹൃദയം മാത്രം വികസിച്ചത് കൊണ്ടോ ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇതിൻ്റെ ഒരു മനോഹരമായ സംലയമാണ്, ഒരു വൈകാരികമായ സമന്വയവും ബൗദ്ധികമായ സമന്വയവും. ഇത് രണ്ടും സമൂഹത്തിൻ്റെ ഒരു സുഘടിതമായ പ്രവർത്തനത്തിന് ആവശ്യമാണ്. ഈ ആശയത്തിലേക്കാണോ ഈ സമന്വയം നമ്മളെ നയിക്കുന്നത്, പ്രത്യേകിച്ചും ഈ അഗസ്ത്യ സ്തുതിയിലെ? അഗസ്ത്യനെ കുറിച്ചൊന്ന് ചിന്തിക്കുമ്പം മിത്രാവരണന്മാരെന്ന രണ്ട് ദേവന്മാരുടെയും ഉർവശിയുടെയും ബീജശക്തികൾ ഒന്നിച്ചു ചേർന്ന് കുടത്തിൽ നിന്നും ഉണ്ടായ ഒരു ഋഷി ആയിട്ടാണ് നമ്മൾ അഗസ്ത്യരെ അറിയുന്നത്. തന്നെയല്ല, അദ്ദേഹത്തിന് അതിനുശേഷം ഉണ്ടായിരുന്ന അനേകം തൻ്റെ പ്രവർത്തനങ്ങളിൽ കൂടി പർവ്വതങ്ങളുമായി ബന്ധപ്പെട്ട ആദ്യവും സമുദ്രവും പർവ്വതവുമാണ്. ഒരിക്കൽ വിന്ധ്യപർവ്വതത്തെ താഴ്ത്തി നിർത്തി അവിടെ കുമാരസംഭവത്തിൽ അവിടെ ഹിമാലയത്തിൽ പരമശിവൻ്റെ വിവാഹത്തിന് വേണ്ടി എല്ലാ സകല ദേവന്മാരും ഋഷിമാരും ഒന്നിച്ചു കൂടിയപ്പോൾ താണുപോകുന്നു കണ്ടപ്പോൾ സമനില നിർത്താൻ വേണ്ടിയിട്ട് പർവ്വതങ്ങളെ സമീകരിക്കാൻ സാധിച്ചു, സമുദ്രത്തെ കുടിച്ചു വെട്ടിച്ചു. ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങളാണ്, ഇങ്ങനെയുള്ള ഒരു വഴികളിൽ കൂടിയാണ് അഗസ്ത്യൻ്റെ കൂടെ പോകുമ്പോൾ നമുക്ക് സഞ്ചരിച്ച് പോകാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ ആയുധവിദ്യയിലും അതുപോലെ വേദാഭ്യസനത്തിലും തുടർന്നുള്ള വിദ്യയിലും വളരെയധികം നിഷ്ണാതനാണ് എന്ന് പല സന്ദർഭത്തിൽ അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഐശ്വര്യമായ ഋഷിപരമ്പരയിൽ നിന്ന് കിട്ടിയ ദേവചൈതന്യത്തിൻ്റെ ഒരു ഭാഗമായി സംക്രമിച്ചിട്ട് അത്യത്ഭുതകരങ്ങളായ അനേകം വീര്യകർമ്മങ്ങൾ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ചെയ്യാൻ സാധിച്ചു അഗസ്ത്യന്. അഗങ്ങളെ ധ്യാനം ചെയ്തതുകൊണ്ട് അഗസ്ത്യൻ എന്നൊരു പേരും പിന്നെ അദ്ദേഹത്തിന് വന്നു ചേർന്നുകൊണ്ടൊക്കെ ആവാം. അപ്പോൾ ഇങ്ങനെയുള്ള അഗസ്ത്യൻ്റെ ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നും അഗങ്ങളെ ധ്യാനം ചെയ്യുക ഒന്ന് വ്യാഖ്യാനിക്കണം. അകം പർവ്വതമാണ്, പർവ്വതങ്ങളെ അമർത്തി നിർത്തുക എന്നുള്ള അർത്ഥത്തിൽ പർവ്വതങ്ങളെ സമീകരിക്കാൻ വേണ്ടി ഒന്നും മുകളിലേക്ക് അധികം വളർന്നു പോവാതെ അവരുടെ ഗതിവിഗതികളെ നിയന്ത്രിക്കാൻ പറ്റുക എന്നുള്ള ഒരു വൈകാരികമായ സമന്വയവും ബൗദ്ധികമായ സമന്വയവും ഒക്കെ അഗസ്ത്യന്റെ അങ്ങനെ ഒത്തിരി വ്യക്തിത്വങ്ങളുടെയും ഒത്തിരി ശക്തികളുടെയും ഒരു സമന്വയമാണ് അഗസ്ത്യൻ. മറ്റുള്ള ഋഷിമാരെക്കാൾ വേറിട്ട് നിൽക്കുന്ന ഒരു ചൈതന്യം അഗസ്ത്യനുണ്ട്. പക്ഷേ അഗസ്ത്യൻ പിന്നീട് പല സന്ദർഭങ്ങളിലും രാമായണ കഥയിൽ നേരിട്ട് അല്ലാതെയും ഇഷ്ടംപോലെ ഇടപെട്ടിട്ടുണ്ട്. അവസാനം രാമരാവണ യുദ്ധത്തിൻ്റെ അവസാനം 7 ദിവസമായിട്ടും യുദ്ധം യാതൊരു കാരണവശാലും പരിസമാപിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അഗസ്ത്യൻ കയറി വന്ന് ആദിത്യ ഹൃദയം മന്ത്രം ഉപദേശിച്ച് കൊടുത്തിട്ടാണ് ശ്രീരാമനെ രാവണനെ കൊല്ലാൻ പറ്റിയെന്നുള്ള കഥ. അവിടെയും അഗസ്ത്യൻ്റെ അവിടെ സാന്നിധ്യമുണ്ട്. ഇങ്ങനെ പല സന്ദർഭത്തിലും അഗസ്ത്യൻ ഓരോ കഥയിലും പ്രത്യക്ഷമായി തന്നെ ഇടപെട്ട് അദ്ദേഹത്തിൻ്റെ ചൈതന്യശക്തി നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയാണ് അതിനു മുമ്പ് അഗസ്ത്യാശ്രമത്തിൽ പ്രവേശിക്കുമ്പോഴാണ് അഗസ്ത്യ സ്തുതി ഇവിടുത്തെ വിഷയമായിട്ട് നമുക്ക് വന്നത്. അവിടെയാണ് ലക്ഷ്മി ചോദിച്ചത് ഭക്തിയും വിജ്ഞാനവും മോക്ഷവും എന്ന വിഷയത്തെക്കുറിച്ച്. സ്വാമി പറഞ്ഞ പോലെ തന്നെ ജ്ഞാനവിജ്ഞാനങ്ങൾ രണ്ട് തന്നെയാണ്. മോക്ഷേ ധീർ ജ്ഞാനം അന്യത് സർവം വിജ്ഞാനം ഉച്യതേ എന്ന അമരകോശത്തിൽ ഇതിൻ്റെ വാക്യാർത്ഥം പറയും മോക്ഷേ ധീർ ജ്ഞാനം, മോക്ഷ വിഷയത്തിലേക്ക് എത്തിച്ചേരുന്ന അറിവിന് മാത്രമേ ജ്ഞാനമെന്ന് പറയാൻ പറ്റൂ, ബാക്കിയൊക്കെ വിജ്ഞാനമാണ്. അതുകൊണ്ട് ഭൗതികം മുഴുവൻ മുഴുവനും വിജ്ഞാനത്തിൽപ്പെടുന്നു. വേദങ്ങൾ വരെ ഇതെല്ലാം സകലതും വിജ്ഞാനങ്ങളാണ്. അപ്പം ഈ വിജ്ഞാനത്തിൽ കൂടിയ ജ്ഞാനം എത്താൻ പറ്റില്ല, വിജ്ഞാനത്തെ മുഴുവൻ ജ്ഞാനമാക്കി മാറ്റണം, സകല വിജ്ഞാനത്തെയും. കാരണം അതിൽ കൂടി നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ആധ്യാത്മികമായ ബ്രഹ്മചൈതന്യമാണ്. വിജ്ഞാനത്തിൽ കൂടി ഏത് വിജ്ഞാനത്തിൽ കൂടിയും കാണാൻ പറ്റുന്നത്. അങ്ങനെ വിജ്ഞാനത്തെ മുഴുവൻ ജ്ഞാനമാക്കി മാറ്റുമ്പോൾ അതിന് ഏറ്റവും ആദ്യത്തെ പടിയാണ് ഭക്തി. ഭക്തിയിൽ കൂടിയാണ് വിജ്ഞാനമുണ്ടായി. വിജ്ഞാനത്തെ ജ്ഞാനമാക്കി മാറ്റണമെങ്കിൽ ഭക്തി വേണം, ഭക്തിയില്ലെങ്കിൽ പറ്റില്ല. അങ്ങനെ ആ ജ്ഞാനത്തിലേക്ക് എത്തിച്ചേരലാണ് ലക്ഷ്യം എന്ന് കാണിച്ചു തന്ന ഋഷിയാണ് അഗസ്ത്യൻ. അഗസ്ത്യൻ്റെ ഒരു മഹാത്മ്യം അവിടെയാണ്.